ഹായ് ഹലോ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കൊഞ്ച് തീയൽ വെച്ചാലോ? കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. തേങ്ങ, പിന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ചുമന്നുള്ളി, പച്ചമുളക് അവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കാം. ബ്രൗൺ ആവാറാകുന്നു. ചെറിയ തീയിൽ കരിയാകുന്ന വറുത്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടണം. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂട് മാറുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നമ്മൾ ഈ കൊഞ്ചും തീയിനകത്ത് തോട്ടുപുളിയാണ് ഇടുന്നത്. ചിലവർ പിഴുപുളി ഇടും. നമ്മൾ തോട്ടുപുളിയാണ് ഇടുന്നത്. കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് ഇട്ടു. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒഴിക്കണം. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച മുളകും ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതിനി ശകലം ഉപ്പും കൂടി ഇടണം. ഇടുന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇത് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി ഇടാം. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയൊക്കെ അതിലേക്ക് ഇടാം. ഇത് നല്ലതുപോലെ തിളച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇടാൻ. നമ്മൾ ഇട്ടതെല്ലാം തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന കൊഞ്ച് ഇടാം. നമുക്ക് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ചെറു തീയിൽ അടച്ചു വെക്കാം. നല്ലതുപോലെ കുറുകുമ്പോൾ നമുക്ക് കടുക് വറുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകണം. നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകട്ടെ. നമ്മുടെ കൊഞ്ചും തീയിൽ കുറുകിയിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതിലേക്ക് ഒഴിക്കാം. ഒന്ന് കടുക് വറുത്ത് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ചും തീയൽ തയ്യാർ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.
അടുത്ത വീഡിയോയുമായി നാളെ കാണാം.